എടാ ഇതിനൊക്കെ അനുഭവിക്കും, അല്ലാതിപ്പോ എന്തു പറയാന്. മോളിതൊന്നും കാര്യമാക്കണ്ട, ആവശ്യമില്ലാതെ മനസ്സ് വിഷമിപ്പിക്കുകയും വേണ്ട. എനിക്ക് വിഷമൊന്നുമില്ല അച്ഛാ. ആദ്യമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ വലിയ സങ്കടമായിരുന്നു. പിന്നെ അത് പോയി, ശീലമായി. ഇപ്പൊ ഇത് കേൾക്കാതിരിക്കുന്നതാണ് വിഷമം. ആ മോളെ, ശരത് എന്നെ വന്ന് കണ്ടിരുന്നു. എന്തിന്? ഞാൻ ഫോൺ ചെയ്തപ്പോ മോളോട് പറഞ്ഞിരുന്നില്ലേ, അവന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ അനുവദിക്കണോന്ന്. 1 മാസത്തേക്ക് മതിയെന്ന്. ഓഹോ, എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞേ? അതൊന്നും നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് നന്നായി അച്ഛാ. അവൻ അമ്മയെ കൊണ്ടുവരണം അല്ലേ? അതിന്റെ അർത്ഥം എന്താന്നറിയോ അച്ഛാ? അമ്മയെ കൊന്നു കളയാൻ അവന് എന്തോ ഒരു പേടിയുണ്ട്. പക്ഷെ എന്തിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നെന്നാ? അതിന്റെ ഉത്തരം കൂടി ഒന്ന് കണ്ടുപിടിക്കണം. എന്തായാലും ഞാൻ അവനൊന്ന് കാണട്ടെ. അതാ നല്ലത്. മോള് ചെല്ല്. നിന്റെ അമ്മ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണ നിർബന്ധമാണോ? 1 മാസത്തേക്ക് മതി. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു വീടെടുത്ത് മാറ്റിക്കോളാം. എന്നാ പിന്നെ അതിപ്പോഴേ ആയിക്കൂടെ? വാടക വീട് കിട്ടാനൊന്നും അത്ര ബുദ്ധിമുട്ടില്ലല്ലോ. അതുകൊണ്ടല്ല, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ അമ്മയെ കിടത്തിയാൽ നല്ലതാണെന്നൊരു തോന്നല്. കഴുത്ത് വെട്ടുന്നതിന്റെ കൂടെ മനഃശാസ്ത്രവും പഠിച്ചു തുടങ്ങിയോ? പറ്റുമെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കും. ശരത്തെ, നമ്മൾ ഇതിനു മുമ്പ് ഈ വിഷയം സംസാരിച്ചതാ. അന്ന് എന്റെ തീരുമാനം ഞാൻ പറയുകയും ചെയ്ത. ആ തീരുമാനം മാറ്റേണ്ട സാഹചര്യം വന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? തർക്കിക്കാൻ ഞാനില്ല. ശരി, നിന്റെ അമ്മയെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കാം. പകരം നീ എനിക്ക് എന്ത് ചെയ്യും? അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോ ഇങ്ങോട്ടും അത് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ശരത്തെ, ഉണ്ടോ? എന്താ ഞാൻ പകരം ചെയ്യേണ്ടത്? ഞാനും പ്രിയൻ ജോലിക്ക് പോവാന്നറിയാലോ. പകല് മുഴുവൻ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാവില്ല. മുത്തശ്ശിക്കാണേല് വയ്യ. അപ്പൊ അമ്മയെ നോക്കാൻ ഒരാള് വേണ്ടി വരില്ലേ? നിർത്താം, ഒരു ഹോം നേഴ്സിനെ വേണമെങ്കിൽ നിർത്താം. ആർക്ക് വേണമെങ്കിൽ? എനിക്ക് വേണമെങ്കിലോ? ഹോം നേഴ്സ് ഒന്നും വേണ്ട. പകരം അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. നിന്റെ അമ്മ വരുമ്പോ എന്റെ അമ്മയും വരണം. പാർവതി അമ്മ. എന്താ, സമ്മതാണോ? പാർവതി അമ്മയോ? അയ്യോ, ഇത്ര വേഗം മറന്നുപോയോ നീ? അതിന് അമ്മ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നിനക്കറിയാം. നീ അമ്മയെ ഒളിവി താമസിപ്പിച്ചിരിക്കുന്നെ. ആർക്കും ദ്രോഹം ഇല്ലാത്തൊരു ഉപകാരല്ലേ? നിനക്കത് ചെയ്യാൻ പറ്റുന്നേ? സത്യമായിട്ടും എനിക്ക് അറിയില്ല. അറിയായിരുന്നെങ്കിലും ഇതിനു മുമ്പേ ഞാൻ അമ്മയെ കൊണ്ടുവരായിരുന്നല്ലോ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കേ. എങ്ങനെ നിന്നെ വിശ്വസിക്കാൻ ഞാൻ? അതിന് ഞാനേ ഇനിയൊരു ജന്മം കൂടി ജനിക്കണോടാ. നിന്റെ അമ്മയ്ക്ക് പകരം എന്റെ അമ്മ. സമ്മതമാണെങ്കിൽ സമ്മതിക്കേ, അല്ലെങ്കിൽ നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് നിർത്താം. മറുപടി പെട്ടെന്ന് പറയണമെന്നില്ല കേട്ടോ. സാവധാനം ആലോചിച്ച് പറഞ്ഞാൽ മതി. എന്റെ തീരുമാനത്തിലൊരു മാറ്റവും ഇല്ല. പ്രഭാവതി അമ്മ വരണമെങ്കിൽ എന്റെ അമ്മയും വരണം.
കലക്കി. ഉഗ്രൻ ചെക്ക ചേച്ചി വെച്ചിരിക്കുന്നെ. അവൻ പെട്ടു ചേച്ചി. അവൻ പിന്നെ എന്താ വിചാരിച്ചേ? എനിക്ക് ബുദ്ധിയില്ല എന്നോ? അവനെ വിറ്റ് തിന്നാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. അല്ല ചേച്ചി, അവൻ ഈ നിർദ്ദേശം അംഗീകരിച്ചാലോ? അംഗീകരിച്ചാൽ അമ്മയെ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ. പക്ഷെ അവൻ അംഗീകരിക്കില്ല. അതിനുള്ള സാധ്യത തീരെയില്ല. അപ്പോ ഈ നിർദ്ദേശം നടക്കില്ല. പ്രഭാവതി അമ്മ ആശുപത്രിയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ കിടക്കും. ഈ ദേഷ്യം അവൻ നമ്മുടെ അമ്മയോട് തീർക്കൂ? അല്ലെങ്കിൽ തീർക്കുന്നില്ല എന്ന് ആര് കണ്ടു? അവന്റെ ഉദ്ദേശം എന്താന്ന് പ്രിയക്ക് മനസ്സിലായോ? ഫാമിലി അറ്റ്മോസ്ഫിയറിൽ കഴിയാനാണ് അത്ര ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഞാനതിൽ വീഴുന്ന അവൻ കരുതി. ഞാൻ വീഴുവോ? അവൻ മനസ്സിൽ കണ്ട ഞാനത് മാനത്ത് കാണും. അവന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? കൊന്നുകളയാം. ഇവിടെ വെച്ച് പ്രഭാവതി അമ്മയെ ഇല്ലാതാക്കുക. എന്നിട്ട് ആ കുറ്റം എന്റെ തലയിലേക്ക് കെട്ടിവെക്കാം. അത് നമ്മുടെ അമ്മ വന്നാലും ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഇല്ലല്ലോ. അമ്മ വന്നാ പിന്നെ ഒരു നിമിഷം അവന് വീട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അടിച്ചിറക്കില്ലേ അമ്മ അവനെ? ആ, അത് ശരിയാണല്ലോ. ഞാനത് ഓർത്തില്ല. അതുകൊണ്ടാ എന്റെ പ്രപ്പോസൽ അവൻ അംഗീകരിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്. ഞാൻ ചെയ്തത് അവനുള്ളൊരു കെണിയാ. ബുദ്ധിമാനായ അവൻ ആ കെണിയിൽ വീണില്ല.